ഹലോ, ആഗം എജ്യൂടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് 10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്ന ആ ഒരു കഥയാണ് ഒന്ന് സമ്മറൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്ന കഥ എഴുതിയിരിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. ഇതിനെ നമ്മളുടെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് വി അബ്ദുള്ള എന്ന് പറയുന്ന പ്രൊഫസറാണ്. നമുക്കിനി നേരെ ചാപ്റ്ററിലേക്ക് കടക്കാം. 10ാം ക്ലാസ് പാഠപുസ്തകത്തിലെ ഏറ്റവും എളുപ്പമുള്ളതും അതുപോലെ തന്നെ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിനു മുമ്പുള്ള വർഷങ്ങളിലും ഇതിൽ നിന്ന് ധാരാളം ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ കഥയൊന്ന് നോക്കാം. The protagonist in the story, The Snake and the Mirror, the homeopath and his friends were discussing snakes. അപ്പൊ നമുക്കറിയാവുന്നതുപോലെ ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്ന ഈ ഒരു കഥയിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ഒരു ഹോമിയോപത്ത് ആണ്, അല്ലെ, ഒരു ഹോമിയോ ഡോക്ടറാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പേരൊന്നും ഇവിടെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യുന്നില്ല. ഈ കഥ തുടങ്ങുന്ന സമയത്ത് നമ്മളുടെ ഹോമിയോപത്ത് ഡോക്ടർ അല്ലെങ്കിൽ ഹോമിയോ ഡോക്ടറും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും എല്ലാം ചേർന്നിരുന്നുകൊണ്ട് പാമ്പുകളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ആ സമയത്ത് നമ്മളുടെ ഡോക്ടർ അവിടെ കൂടിയിരുന്ന കൂട്ടുകാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്തിൽ ഒരു പാമ്പ് ചുറ്റിയ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരെല്ലാം പെട്ടെന്ന് നിശബ്ദരാവുകയും നമ്മളുടെ ഡോക്ടർ തന്റെ ജീവിതത്തിൽ നടന്ന ഒരു അനുഭവത്തെ കുറിച്ച് പറയുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ലൈഫിൽ നടന്ന കാര്യമാണ് ഇവിടെ കഥയായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹോമിയോപ്പത്ത് അദ്ദേഹത്തിന്റെ പഠനമൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ക്ലിനിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അദ്ദേഹം ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ഇൻകം എന്നൊക്കെ പറയുന്നത് വളരെ മീഗറാണ്. അതായത് വളരെ തുച്ഛമായിട്ടുള്ള ഇൻകം മാത്രമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അപ്പൊ അദ്ദേഹം താമസിക്കുന്നത് ഒരു റെന്റഡ് ആയിട്ടുള്ള വാടകയ്ക്ക് എടുത്തിട്ടുള്ള ഒരു മുറിയിലാണ് അല്ലെങ്കിൽ ഒരു വീട്ടിലാണ്. അപ്പൊ അത് ഒരു ഓടിട്ട ഒരു വീടാണ്. അതുപോലെ തന്നെ അവിടെ കറണ്ട് ഫെസിലിറ്റി, അതായത് ഇലക്ട്രിസിറ്റി ഫെസിലിറ്റി ഒന്നും ആ ഒരു വീട്ടില് ഉണ്ടായിരുന്നില്ല. വളരെ തമാശപൂർവ്വം ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ മുറിയിൽ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നില്ല താമസിച്ചിരുന്നത്, അദ്ദേഹത്തിന്റെ കൂടെ ധാരാളം എലികളും ഉണ്ടായിരുന്നു എന്ന കാര്യം ഇവിടെ പറയുന്നുണ്ട്. അപ്പോ ഈ കഥ നടക്കുന്നത് ഒരു നല്ല സമ്മർ സീസണിലാണ്. രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഏകദേശം 10 മണിയായപ്പോൾ നമ്മളുടെ ഹോമിയോ ഡോക്ടർ എന്ത് ചെയ്തു, അദ്ദേഹം താമസിക്കുന്ന ആ ഒരു വീട്ടിലേക്ക് വന്നു. ഹി പ്രിപ്പയർഡ് ഹിസ് ബെഡ് ആൻഡ് ട്രൈ ടു ഗോ ടു സ്ലീപ് ബട്ട് ഹി കുഡ് നോട്ട്. അദ്ദേഹം വന്ന ഉടനെ തന്നെ എന്ത് ചെയ്തു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തന്റെ ആ ഒരു ബെഡൊക്കെ മേക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹം ഉറങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. പക്ഷെ അദ്ദേഹം ഉറങ്ങാൻ കിടന്നിട്ടും അദ്ദേഹത്തിന് ഉറങ്ങാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു, കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിട്ട് ആ ഒരു മുറിയിൽ തന്നെ ഉണ്ടായിരുന്ന അവിടെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു. ആ ടേബിളിന്റെ മുന്നിൽ പോയിട്ട് അവിടെ ഒരു കസേരയൊക്കെ വലിച്ചിട്ട് അവിടെ ഇരുന്നു. അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം എന്താ ചെയ്തത്, ഒരു പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ട് എടുത്തു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന പുസ്തകത്തിന്റെ പേര് ദ മെറ്റീരിയ മെഡിക്ക എന്ന് പറയുന്ന പുസ്തകമായിരുന്നു. അപ്പോൾ ആ ഒരു ടേബിളിന്റെ പുറത്തായിട്ട് ഒരു മിറർ ഉണ്ടായിരുന്നു. അപ്പം വൈക്കം മുഹമ്മദ് ബഷീർ വളരെ സർക്കാസമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ മുന്നിൽ ഒരു മിറർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അറിയാതെയാണെങ്കിലും അതിലേക്കൊന്ന് നോക്കി നമ്മളുടെ സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പം നമ്മളുടെ ഡോക്ടറും അത് തന്നെയാണ് ചെയ്തത്. ആ കണ്ണാടിയുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഒരു ചീർപ്പൊക്കെ, ഒരു കോമ്പൊക്കെ എടുത്തുകൊണ്ട് അദ്ദേഹം മുടിയൊക്കെ ഒന്ന് ചീകി ഒതുക്കി തന്റെ ആ ഒരു സൗന്ദര്യം ഇങ്ങനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ തന്റെ സൗന്ദര്യം ആ കണ്ണാടിയിൽ നോക്കി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ കുറച്ച് ചിന്തകൾ വരുന്നത്. അദ്ദേഹം 3 കാര്യങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചിന്ത എന്ന് പറയുന്നത് എപ്പോഴും സുന്ദരനായിരിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു യങ് ആയിട്ടുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ഡോക്ടറാണ്. പോരാത്തതിന് എന്താണ്, ബാച്ചിലർ കൂടിയാണ്, അതായത് കല്യാണം കൂടി കഴിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഹാൻസം ആയിരിക്കണം എന്നുള്ള ഒരു തോട്ട് അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഹാൻസം ആയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കുകയാണ്. ഡെയിലി ഷേവ് ചെയ്ത ശേഷം ചെറിയൊരു മീശ മാത്രം മുഖത്ത് കീപ്പ് ചെയ്യാമെന്നാണ് അദ്ദേഹം തീരുമാനിച്ചത്. അപ്പൊ ഡെയിലി ഷേവ് ചെയ്ത് ചെറിയൊരു മീശ വെച്ച് കഴിഞ്ഞാൽ തന്നെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും എന്ന് അദ്ദേഹത്തിന് തോന്നി. അതുപോലെ തന്നെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്മൈൽ, ഒരു വളരെ എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു ചിരി അദ്ദേഹത്തിന്റെ മുഖത്ത് ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു തോട്ട് അദ്ദേഹത്തിന് വന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കാണാൻ കുറച്ചുകൂടിയിട്ട് സൗന്ദര്യം ഉണ്ടായിരിക്കും. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു തട്ടിൻ പുറത്ത് നിന്ന് അല്ലെങ്കിൽ ആ ഒരു മേൽക്കൂരയിൽ നിന്ന് എന്തോ ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ശബ്ദമൊക്കെ അദ്ദേഹം കേട്ടു. ആദ്യം അദ്ദേഹം അത് വലിയ രീതിയിൽ മൈൻഡ് ആക്കിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അവിടെ
എലികളുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എലികൾ ഇങ്ങനെ ഓടുന്ന ശബ്ദമാണെന്ന് കരുതിയിട്ട് അദ്ദേഹം അത് വലിയ രീതിയിലൊന്നും കാര്യമാക്കി എടുത്തില്ല. അങ്ങനെ മൂന്നാമത് അദ്ദേഹം അങ്ങനെ ആ സൗണ്ട് ഒക്കെ കേട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ കണ്ണാടിയുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം മൂന്നാമതൊരു തീരുമാനം എടുക്കുകയാണ്. മൂന്നാമത്തെ തീരുമാനം എന്തായിരുന്നു? കല്യാണം കഴിക്കുക എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ തീരുമാനം. പക്ഷെ ആ കല്യാണം കഴിക്കുന്നതിന് അദ്ദേഹത്തിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. കണ്ടീഷൻസ് എന്തൊക്കെയാണ്? വളരെ റിച്ച് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ വേണം കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. അതും ആരെയാ കല്യാണം കഴിക്കേണ്ടത്? ഒരു ഡോക്ടർ ആയിട്ടുള്ള വ്യക്തിയെ വേണം കല്യാണം കഴിക്കാൻ. വളരെ റിച്ച് ആയിട്ടുള്ള ഡോക്ടർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കല്യാണം കഴിക്കണം എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. അത് മാത്രം മതിയോ? പോരാ. അദ്ദേഹം പിന്നെ ഒരു കാര്യം കൂടി തീരുമാനിച്ചു. കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഫാറ്റ് ആയിട്ടുള്ള, കുറച്ച് തടിയുള്ള ഒരാളെ കല്യാണം കഴിക്കണം. കാരണം എന്താ? താൻ എന്തെങ്കിലും ഒരു തെറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ പുറകെ ഓടി പിടിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഫാറ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം എന്നൊക്കെ അദ്ദേഹം തീരുമാനിക്കുകയാണ്. അങ്ങനെ 3 തീരുമാനങ്ങളാണ് കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹം എടുത്തത്. അപ്പൊ ഈ 3 തീരുമാനങ്ങളെ കുറിച്ച് ചിലപ്പോൾ ഒരു റീഡിംഗ് കോംപ്രിഹെൻഷനിലോ അല്ലെങ്കിൽ അദ്ദേഹം എടുത്ത ആ തീരുമാനങ്ങളെ കുറിച്ച് ഒരു ഡയറി എഴുതാനോ അദ്ദേഹത്തിന്റെ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഷോർട്ട് പാരഗ്രാഫ് തയ്യാറാക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ഇതിൽ നിന്ന് ചോദിച്ച് കാണാറുണ്ട്. അപ്പം ഇത്രയും 3 തീരുമാനങ്ങൾ എന്താണെന്നുള്ളതൊന്ന് ശരിക്കും പഠിച്ചു വെക്കുക കേട്ടോ. അങ്ങനെ ഈ മനോഹരമായ ചിന്തകളുമൊക്കെയായി കണ്ണാടിയുടെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് പിറകില് എന്തോ ഒരു റബ്ബർ ട്യൂബ് വീഴുന്നത് പോലുള്ള ഒരു ശബ്ദം കേട്ടു. അപ്പൊ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച എന്താണ്? ആ നിലത്ത് വീണത് ഒരു പാമ്പായിരുന്നു. ആ പാമ്പ് ഇങ്ങനെ ആ ഒരു കസേരയുടെ കാലിന്റെ മുകളിലൂടെ കയറി ഇപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ഷോൾഡറിന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം തിരിഞ്ഞു നോക്കിയതും പാമ്പ് അദ്ദേഹത്തിന്റെ ഷോൾഡറിന്റെ അവിടേക്ക് എത്തിയതും ഒരേ സമയത്ത് ആയിരുന്നു. അങ്ങനെ ആ പാമ്പ് അദ്ദേഹത്തിന്റെ ഷോൾഡറിന്റെ മുകളിലേക്ക് കയറി. എന്നിട്ട് ഷോൾഡറിന്റെ മുകളിൽ കയറിയിട്ടോ അദ്ദേഹത്തിന്റെ ഇടത് കൈയിലായിട്ട് അതിങ്ങനെ കോയിൽ പോലെ ഇങ്ങനെ ചുറ്റി പിടിച്ച് അങ്ങനെ ഇരിക്കാൻ വേണ്ടി തുടങ്ങി. ഇപ്പൊ ആ ഒരു പാമ്പ് ഇങ്ങനെ പത്തിയൊക്കെ വിടർത്തിയാണ് നിൽക്കുന്നത്. എന്നിട്ട് അവിടെ പറയുന്നുണ്ട് ആ പാമ്പിന്റെ പത്തി ഏകദേശം ഒരു 3-4 ഇഞ്ച് വ്യത്യാസത്തിൽ, തന്റെ ആ മുഖത്തോട് ഒരു 3-4 ഇഞ്ച് വ്യത്യാസത്തിലാണ് അതുള്ളത്. അതായത് മരണം ഇങ്ങനെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്തു? പാമ്പ് ഇങ്ങനെ പെട്ടെന്ന് ശരീരത്തിൽ കയറി കഴിഞ്ഞപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ശ്വാസമൊക്കെ അടക്കി പിടിച്ച് ഒരു കല്ലിനെ പോലെ അവിടെ ഇരിക്കാൻ വേണ്ടി തുടങ്ങി. എന്നിട്ട് അദ്ദേഹത്തിന് സ്വയം ഫീൽ ചെയ്യാണ്, ഞാൻ എന്തൊരു മണ്ടനാണ്. ഇത്രയും നേരം വളരെ പ്രൗഡായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനൊരു ബാച്ചിലറാണ്, വളരെ സുന്ദരനായ ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അയാള് സ്വയം ഒരു മണ്ടനാണ് എന്ന് പറയാൻ വേണ്ടി തുടങ്ങി. അതിന് കാരണം എന്താ? ഇൻ കേസ് ഇനി പാമ്പെങ്ങാനും പാമ്പെങ്ങാനും കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അദ്ദേഹത്തിന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എമർജൻസി മെഡിസിൻസ് ഒന്നും അദ്ദേഹം കരുതിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വളരെ പേടിയോട് കൂടിയിട്ട് ഭയന്ന് വിറച്ച് അദ്ദേഹം ആ കസേരയിൽ തന്നെ ഇരുന്നു. ആ സമയത്ത് ഇത്രയും നേരം ദൈവത്തിൽ ഒന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ പാമ്പ് തന്റെ ശരീരത്തിൽ കയറി കഴിഞ്ഞപ്പോൾ മനസ്സിൽ ഇങ്ങനെ ദൈവത്തെ വിളിക്കാൻ വേണ്ടി തുടങ്ങി. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണമേ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അയാൾ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കയ്യിലിരുന്ന പാമ്പ് തന്റെ മുന്നിലിരിക്കുന്ന കണ്ണാടിയിൽ അതിന്റെ ആ ഒരു റിഫ്ലക്ഷൻ കാണുന്നത്. അങ്ങനെ റിഫ്ലക്ഷൻ കണ്ടു കഴിഞ്ഞപ്പോ ഈ പാമ്പ് എന്ത് ചെയ്തു? പതിയെ ആ കയ്യിൽ നിന്ന് ചുറ്റൊക്കെ അഴിച്ച് അദ്ദേഹത്തിന്റെ മടിയിലൂടെ ഇഴഞ്ഞ് ആ ഒരു കണ്ണാടിയുടെ മുൻപിലായിട്ട് ചെന്നിങ്ങനെ പത്തിയൊക്കെ വിടർത്തി നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് ഡോക്ടർ എന്ത് ചെയ്തു? ഡോക്ടർ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ പാമ്പ് എന്തായിരിക്കും കണ്ണാടിയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഇനിയിപ്പൊ ഞാൻ നേരത്തെ ചെയ്ത പോലെ ഈ പാമ്പും പാമ്പിന്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണോ? അല്ലെങ്കിൽ ഞാൻ എടുത്തതുപോലെ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ വേണ്ടി പോകണോ? അതായത് ഡെയിലി കണ്ണെഴുതാമെന്നോ അല്ലെങ്കിൽ എന്താ പറയാ സിന്ദൂരം തൊടാമെന്നോ ഇങ്ങനെയുള്ള എന്തെങ്കിലും തീരുമാനമാണോ പാമ്പ് എടുക്കുന്നത് എന്നൊരു സംശയം ഡോക്ടർക്ക് ഉണ്ടായി. പിന്നെ ഡോക്ടർ അധിക നേരം അവിടെ നിന്നില്ല. പതുക്കെ ഡോക്ടർ എന്ത് ചെയ്തു? അവിടെ നിന്ന് പതിയെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ കൂട്ടുകാരന്റെ വീട്ടിൽ പോയി നല്ല എണ്ണയൊക്കെ തേച്ച് ഒരു കുളിയൊക്കെ പാസ്സാക്കി കിടന്നുറങ്ങി. അങ്ങനെ പിറ്റേ ദിവസം തന്റെ കൂട്ടുകാരനെയും അതുപോലെ തന്നെ കുറച്ച് പണിക്കാരെയൊക്കെ കൂട്ടിയിട്ട് ആ റൂമിലേക്ക് വന്നു. ആ പാമ്പുണ്ടെങ്കിൽ പാമ്പിനെ തല്ലിക്കൊല്ലണം, അതുപോലെ തന്നെ ആ റൂം ഷിഫ്റ്റ് ചെയ്തിട്ട് മറ്റൊരു വീട്ടിലേക്ക് മാറുകയും വേണം. അങ്ങനെ റൂമിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കണ്ട കാഴ്ച എന്തായിരുന്നു? ആ റൂമിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം തലേ ദിവസം രാത്രി പാമ്പിനെ കണ്ട് ഇറങ്ങി ഓടിയ സമയത്ത് ഇയാള് വാതില് പൂട്ടാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതോ ഒരു കള്ളൻ അവിടെ കയറിയിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും അടിച്ചോണ്ട് പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു 60 രൂപ മാത്രമായിരുന്നു ഒരു പെട്ടിയിൽ ഉണ്ടായിരുന്നത്. ആ പൈസയും അവിടെ ഉണ്ടായിരുന്ന വസ്ത്രങ്ങളും എല്ലാ സാധനവും ഈ പറയുന്ന കള്ളൻ അടിച്ചോണ്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ
ഒരേ ഒരു സാധനം മാത്രം അവിടെ ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ ഈ കഥ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ കൂട്ടുകാർ വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് ഡോക്ടറോട് ചോദിക്കുകയാണ്, എന്തായിരുന്നു അവിടെ ആ കള്ളൻ ബാക്കി വെച്ചത്? അപ്പം ഡോക്ടർ പറഞ്ഞു, അദ്ദേഹം അലക്കാതെ എല്ലാ ദിവസവും ഉള്ളിലിട്ടോണ്ടിരുന്ന ഇന്നർ വെസ്റ്റ് ആയിരുന്നു അവിടെ വെച്ചിട്ട് പോയത്. അതായത് വാങ്ങിയപ്പോൾ വെളുത്ത നിറമൊക്കെ ആയിരുന്നെങ്കിൽ അലക്കാതെ കഴുകാതെ വെച്ച് അതൊരു മഞ്ഞ കളറായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു മഞ്ഞ കളറായിട്ടുള്ള ആ ഒരു ഇന്നർ ബനിയൻ മാത്രം കള്ളൻ എന്ത് ചെയ്തു, അവിടെ വെച്ചിട്ട് പോയി. അപ്പൊ അത് ഡോക്ടർക്കൊരു വല്ലാത്ത ഇൻസൾട്ട് പോലെ ഫീൽ ചെയ്തു. കള്ളൻ ഇത്രയ്ക്കും ഹൈജീൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണോ എന്ന് നമ്മളുടെ ഡോക്ടർക്ക് തന്നെ ഫീൽ ചെയ്തു. അപ്പോൾ മറ്റൊരു കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ താങ്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ, ഇപ്പൊ താങ്കൾ ആദ്യം ആഗ്രഹിച്ചതുപോലെ ഒരു എന്താ പറയാ തടിച്ച ഒരു ഭാര്യയാണോ നിങ്ങൾക്ക് കിട്ടിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ ആഗ്രഹിച്ച ഒന്നാണെങ്കിൽ ദൈവം ആഗ്രഹിച്ചത് മറ്റൊന്നാണ്. എനിക്ക് കിട്ടിയിരിക്കുന്ന ഭാര്യ നല്ല മെലിഞ്ഞിട്ടാണ്, പോരാത്തതിന് നല്ലൊരു ഓട്ടക്കാരിയുമാണ് എന്ന് ഡോക്ടർ തൻ്റെ കൂട്ടുകാരനോട് പറയുന്നുണ്ട്. അപ്പോൾ വളരെ ചെറിയൊരു കഥയാണ് സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. അപ്പൊ ഇനി ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സാധാരണ ചോദിച്ചു കാണാറുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഫോർമൽ ലെറ്റർ റൈറ്റിംഗ് ആണ്. അതായത് ഈ കള്ളൻ കയറിയ ശേഷം നമ്മളുടെ ഹോമിയോപ്പത്ത് അവിടെയുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് എഴുതുന്ന ഒരു ഫോർമൽ ലെറ്റർ റൈറ്റിംഗ് ചോദിച്ചു കാണാറുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അന്നത്തെ ദിവസത്തെ ഡയറി എൻട്രി ചോദിച്ചു കാണാറുണ്ട്. ആ ഒരു കഥയുടെ നരേഷൻ എഴുതാനുള്ള ആ ഒരു ചോദ്യവും ഈ ചാപ്റ്ററിൽ നിന്ന് പലപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹോമിയോപ്പത്തിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു കാണാറുണ്ട്. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് സാധാരണ ചോദിച്ച് കാണാറുള്ളത്.